വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമുക്കറിയാം, സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാണ്, ആർത്തവ സമയത്ത് ഹജ്ജ് കർമ്മം നിർവഹിക്കാം എങ്കിൽ കൂടി തവാഫ് എന്ന് പറയുന്ന ഹജ്ജിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് തവാഫ് ചെയ്യൽ. നമുക്ക് ആർത്തവകാരിക്ക് അത് ഹറാമായ കാര്യമാണ്. എങ്കിൽ കൂടി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർത്തവം ഉണ്ടായാൽ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തവാഫ് ചെയ്യുന്നതിനിടയിൽ ആർത്തവം ഉണ്ടായാൽ ഉടനെ തന്നെ തവാഫ് നിർത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു തവാഫിൽ ആർത്തവകാരിയുടെ തവാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തവാഫ് സുന്നത്ത്, വാജിബ്, ഫർള് എന്നിങ്ങനെ 3 വിധത്തിൽ തവാഫുണ്ട്. അതൊന്ന് ഖുദൂമ്, കഅബയിലേക്ക് ചെന്നെത്തുമ്പോഴുള്ളൊരു തവാഫ്, അത് സുന്നത്തും. പിന്നീട് വിദാ, മക്കയോട് വിട പറയുമ്പോഴുള്ള ഒരു തവാഫും സുന്നത്താക്കപ്പെട്ടതും. പിന്നെ ഖുദൂമ്, കഅബയിലേക്ക് ചെന്നെത്തുമ്പോഴുള്ളൊരു തവാഫും. പിന്നീട് മക്കയോട് വിട പറയുമ്പോഴുള്ളൊരു തവാഫുമാണ്, അത് വാജിബുമാണ്. ഇത് രണ്ടും ആർത്തവകാരി നിർവഹിക്കേണ്ടതില്ല. അതിന് പകരമായിട്ട് ഫിദിയയും ആവശ്യമില്ല. ഇഫാദത്തിൻ്റെ ഫർളായ തവാഫും ശുദ്ധിയായ ശേഷം നിർവഹിക്കേണ്ടതാണ്. ഈ തവാഫിൻ്റെ സമയം ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 10-ാം രാവ് പകുതിയായ ശേഷമാണ്. ആ സമയം ആർത്തവമുള്ളവൾ അയ്യാം തശ്രീഖിൻ്റെ ദിനങ്ങളിലോ അതിനുശേഷമോ ശുദ്ധിയായാൽ അത് നിർവഹിക്കേണ്ടതാണ്. ഇഫാദത്തിൻ്റെ തവാഫിന് കാലപരിധിയില്ല, അതെപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം. പക്ഷേ കാരണങ്ങളില്ലാതെ ആ തവാഫ് അയ്യാം തശ്രീഖിനെ അതിനേക്കാൾ പിന്തിക്കൽ അത് കറാഹത്തുമാണ്. അയ്യാം തശ്രീഖ് എന്ന് പറയുന്ന ദുൽഹിജ്ജ 11, 12, 13 ആ ഒരു ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. കാരണമില്ലാതെ പിന്തിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണമില്ലാതെ പിന്തിക്കൽ കറാഹത്തുമാണ് എന്നതാണ് തവാഫും ആർത്തവകാരിയുടെ തവാഫിനെ കുറിച്ച് ആണെങ്കിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹജ്ജ് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് അവർക്ക് ബോധവൽക്കരണവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും ചെയ്യുന്നവരോട് ശ്രദ്ധിക്കാനുള്ളതാണ് ഈ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.